ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ കർത്താവായ ദൈവത്തിൻ്റെ നല്ല ഇടയനായ ഈശോയുടെ സന്നിധിയിലേക്കാണ് നാം പ്രാർത്ഥിക്കാനായി കടന്നു വന്നിരിക്കുന്നത്. നല്ല ഇടയനായ ഈശോ ഇന്ന് അവൻ്റെ ആടുകളായ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാലുവാണ്. നമ്മുടെ ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും ആവശ്യമായ ആരോഗ്യം നിലനിർത്താനായി കർത്താവ് നമുക്കായി എല്ലാം പ്രദാനം ചെയ്യുന്നവനാണ്. അവിടുന്ന് സകല ശത്രുക്കളിൽ നിന്നും കർത്താവ് നമ്മെ വഴി നടത്തുന്നു, സംരക്ഷിക്കുന്നു. അവിടുന്ന് നമ്മുടെ തകർന്ന ജീവിതത്തെ, നിലച്ചുപോയ ഉയർച്ചയെ അവിടുന്ന് നേരെയാക്കി മുന്നോട്ട് നയിക്കുന്നവനാണ്. ഈ രാത്രിയിൽ അവിടുത്തെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. ക്രിസ്തു നാം ഓരോരുത്തരുമായി ഒരു വ്യക്തിഗത ബന്ധം പുലർത്തിയിട്ടുണ്ട്. നാം തിരിച്ച് ആടുകളായ നാം ഓരോരുത്തരും നമ്മുടെ ഇടയനായ ദൈവത്തോടും ഒരു വ്യക്തിഗത ബന്ധം പുലർത്തേണ്ടതിൻ്റെ ആവശ്യം തിരുവചനം രേഖപ്പെടുത്തുന്നു. ഇന്ന് രാത്രിയിൽ നമ്മെക്കുറിച്ച് ആകുലനായ, നമ്മെക്കുറിച്ച് അറിയാവുന്ന, നമ്മെക്കുറിച്ച് വലിയ പദ്ധതികളുള്ള, നമ്മെക്കുറിച്ച്, നമ്മുടെ ഭാവിയെക്കുറിച്ച് വലിയ ഭാവനയുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ബലഹീനരായ നമ്മെ പരിചരിക്കുന്നതിനും നാം ക്ഷീണിക്കുമ്പോൾ നമുക്ക് വിശ്രമം നൽകുകയും മുറിവേറ്റ നമ്മെ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന ശക്തനായ ഇടയനായ ദൈവത്തിൻ്റെ, മഹാ ഇടയനായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. അതിനാൽ ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ രാത്രിയിൽ ദൈവകരങ്ങളിൽ സുരക്ഷിതരാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ വസ്തുവകകൾ ദൈവം സംരക്ഷിക്കുന്നു. അവരെല്ലാവരും ദൈവത്തിൻ്റെ സംരക്ഷണത്തിന് കീഴിലാണ്. അവർ ഏതൊക്കെ ദേശത്താണെങ്കിലും, നിങ്ങളോട് കൂടെയാണെങ്കിലും ദൂരെയാണെങ്കിലും വിദേശത്താണെങ്കിലും, അവരെല്ലാവരും നിങ്ങൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ അധീനതയിലുള്ളതെല്ലാം ദൈവത്താൽ സംരക്ഷിക്കപ്പെടുന്നു. അതിനാൽ ആകുലതകളില്ലാതെ, വേദനകളില്ലാതെ, പരാതികൾ കൂടാതെ നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് ഈ രാത്രിയിൽ നമ്മെ സുഖപ്പെടുത്തും, നമ്മെ സംരക്ഷിക്കും, നമ്മെ അനുഗ്രഹിക്കും. നമ്മുടെ എല്ലാ ആവലാതികളെയും കേൾക്കാനായി ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഈ രാത്രിയിൽ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച്, നമ്മുടെ ആകുലതകളെ സമർപ്പിച്ച്, മക്കളെ സമർപ്പിച്ച്, മക്കളുടെ ഓരോ ആവശ്യങ്ങളെയും സമർപ്പിച്ച്, ജീവിത പങ്കാളിയെ സമർപ്പിച്ച്, നമ്മുടെ മാതാപിതാക്കളെ സമർപ്പിച്ച്, നമ്മോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച്, നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ സമർപ്പിച്ച്, നമ്മുടെ ബലഹീനതകളെയും ക്ഷീണവും തളർച്ചയും ആരോഗ്യ പ്രശ്നങ്ങളെയും സമർപ്പിച്ച്, നമ്മെ കേൾക്കുന്ന, നമ്മെ അറിയുന്ന, നമ്മെ മനസ്സിലാക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഹൃദയം തുറക്കാം. നാളത്തെ നിയോഗങ്ങളെല്ലാം നിങ്ങൾ സമർപ്പിച്ച് വിശ്വാസത്തോടെ ദൈവവചനം ശ്രവിക്കാം. ഈ രാത്രിയിൽ സമാധാനപരമായ നല്ലൊരു ഉറക്കത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 23, 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു.
എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ യേശുവേ, ഞങ്ങളുടെ ഇടയനും ദൈവവുമായ കർത്താവേ, ഈ രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് അങ്ങയുടെ ആഹ്വാനം സ്വീകരിച്ച് ഞങ്ങൾ കടന്നു വരുന്നു. യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാലെ കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരും ഈ രാത്രിയിൽ അങ്ങയോടൊപ്പമായിരിക്കുന്നു. കർത്താവേ, ആടുകൾക്ക് വേണ്ട വിധം പരിചരണം നൽകുന്ന സ്വന്തം മക്കളായ ഞങ്ങൾക്ക് ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും ഹൃദയത്തിനും ആവശ്യമായ പരിചരണം നൽകുന്ന അങ്ങയെ ഞങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നൽകുന്ന, ഞങ്ങൾക്ക് സൗഖ്യം നൽകുന്ന ദൈവമേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ അന്തരാത്മാവിനേറ്റ മുറിവുകളെ സുഖപ്പെടുത്തുന്ന കർത്താവെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഇന്ന് പകൽക്കാലം മുഴുവനും നിന്റെ പരിചരണത്തിൻ കീഴിൽ ആയിരിക്കാൻ ഞങ്ങളെ സഹായിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ മുന്നോട്ടു പോകാൻ ശക്തിയില്ലാതെ ആയപ്പോൾ, ഞങ്ങൾ തളർന്നു വീഴാറായപ്പോൾ നീ ഞങ്ങളെ വീണ്ടും ശക്തിപ്പെടുത്തി മുന്നോട്ട് നയിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, ഇന്നത്തെ ദിവസം സകല അപായങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു സൂക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ശത്രുക്കളുടെ എല്ലാ തെറ്റായ ഉപദേശങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, സകല ശത്രുക്കളിൽ നിന്നും സകല അപകടങ്ങളിൽ നിന്നും ഞങ്ങളുടെ ജീവന് അപായപ്പെടുത്തുന്ന സകല വ്യക്തികളിൽ നിന്നും സകല ശക്തികളിൽ നിന്നും ഇന്ന് നീ ഞങ്ങളെ കാത്ത് സംരക്ഷിച്ച അങ്ങയുടെ വലിയ കൃപയെ ഓർത്ത്, കാരുണ്യത്തെ ഓർത്ത്, സ്നേഹത്തെ ഓർത്ത് ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ശ്രദ്ധിക്കാത്തപ്പോഴും, ഞങ്ങൾ അലസതയിൽ കഴിയുമ്പോഴും, ഞങ്ങൾ അലസരായി ജീവിക്കുമ്പോഴും നീ ഞങ്ങളുടെ കാര്യത്തിൽ ജാഗരൂകതയോടെ ഞങ്ങളെ നീ നോക്കുന്നു. ഞങ്ങളെ നിനക്ക് വ്യക്തിപരമായി നിനക്കറിയാം. ഞങ്ങൾ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും എൻ്റെ ദൈവമേ, നീ ഞങ്ങളെ അറിയുന്നു. വിദൂരത്ത് വച്ച് തന്നെ നീ ഞങ്ങളെ മനസ്സിലാക്കുന്നു. നിനക്ക് മാത്രമേ ഞങ്ങളെ വ്യക്തിപരമായി അറിയാൻ സാധിക്കുന്നുള്ളൂ. അതിനാൽ തന്നെ ഇത്രമാത്രം ഞങ്ങളെ നേരിട്ട് അറിയാവുന്ന ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, പലപ്പോഴും ഞങ്ങൾക്ക് ശക്തിയില്ലാതെ ഞങ്ങളുടെ ബലഹീനതയിൽ തളർന്നു വീഴുമ്പോൾ അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തി വീണ്ടും ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നൽകി നിനക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും, നിന്നെ ഞാൻ താങ്ങി നടത്തുന്നു എന്ന ഉൾബോധ്യം നൽകി നിനക്കെല്ലാം സാധിക്കും, ഞാൻ നിന്റെ സഹായകനാണ് എന്ന് നീ ഞങ്ങളുടെ ഹൃദയത്തിൽ മന്ത്രിച്ച് ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ശക്തി നൽകി മുന്നോട്ട് നയിച്ച ഓരോ നിമിഷങ്ങളെയും ഓർത്ത് ദൈവമേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവേ, ഞങ്ങളെപ്പോഴൊക്കെ നിന്നിൽ നിന്നും വഴിതെറ്റിപ്പോയി, ഞങ്ങളെപ്പോഴൊക്കെ മറ്റ് പല കാര്യങ്ങളെയും വ്യക്തികളെയും ദൈവമാക്കി കരുതിയപ്പോൾ അപ്പോഴെല്ലാം നീ ഞങ്ങളുടെ പിന്നിൽ നിന്ന് സംസാരിച്ചു. മകനെ, മകളെ, നീ പോകുന്ന വഴി തെറ്റാണ് എന്ന് ഉപദേശിച്ചു തന്ന കർത്താവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി അർപ്പിക്കുന്നു. എല്ലാറ്റിലും ഉപരി ഞങ്ങളുടെ കോപവും ഞങ്ങളുടെ അലസതയും ഞങ്ങളുടെ എല്ലാ പ്രകോപനപരമായ ജീവിതങ്ങൾ, വാക്കുകൾ, പ്രവൃത്തികൾ ഇവയെല്ലാം കണ്ടിട്ടും ഞങ്ങളോട് തിരികെ പ്രകോപനപരമായ രീതിയിൽ പെരുമാറാതെ ശാന്തതയോടും സൗമ്യതയോടും സ്നേഹത്തോടും വാത്സല്യത്തോടും നീ ഞങ്ങളെ നിന്റെ കൂടെ ചേർത്ത് നിർത്തി. അതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളെ നയിക്കുന്ന നീ തന്നെ ഞങ്ങൾക്ക് മാതൃക കാണിച്ചു തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, ഇന്നീ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും നീ സുഖപ്പെടുത്തണമേ. എല്ലാ ദുഃഖങ്ങളിൽ നിന്നും വേദനയിൽ നിന്നും ഭയത്തിൽ നിന്നും ഞങ്ങളെ
പൂർണ്ണമായി മോചിപ്പിച്ച് ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. മക്കളെക്കുറിച്ചുള്ള അവരുടെ കണ്ണുനീർ നീ ഒപ്പണമേ. കർത്താവേ, എത്രമാത്രം പഠിക്കാൻ പറഞ്ഞാൽ, ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറഞ്ഞാലും ഒട്ടും തന്നെ പഠനത്തിൽ താല്പര്യമില്ലാതെ മൊബൈലിൽ അഡിക്റ്റായി, വീഡിയോ ഗെയിംസിലും സോഷ്യൽ മീഡിയയിലും അഡിക്റ്റായി, അതിനെ തിരുത്തിയാൽ മാതാപിതാക്കളായ ഞങ്ങളോട് കോപത്തോടെ പെരുമാറുന്ന ഞങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള മാതാപിതാക്കളുടെ വേദന ഇന്ന് ഈ രാത്രിയിൽ നീ കാണണമേ. കർത്താവേ, നിനക്കെല്ലാം സാധ്യമാണ്. ഞങ്ങളുടെ മക്കളെ നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു. അവരെ നീ നേർവഴിക്ക് നടത്തണമേ. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഉള്ള കൃപ, ബോധ്യം ഈ മക്കൾക്ക് നൽകി ഞങ്ങളുടെ എല്ലാ കുഞ്ഞുമക്കളെയും നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, മാതാപിതാക്കളുടെ കണ്ണുനീർ നീ ഒപ്പിയെടുക്കണമേ. ഇന്ന് രോഗികളായ എല്ലാവരെയും ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ സന്നിധിയിൽ കൊണ്ടുവന്ന എല്ലാ രോഗികളെയും നീ കരം വെച്ച് സുഖപ്പെടുത്തി. ഇന്ന് അതേപോലെ ഒരു വലിയ അത്ഭുത സൗഖ്യം ഈ രോഗികളായ എല്ലാവർക്കും ഇന്ന് നീ നൽകണമേ. നിന്റെ കരം വെച്ച് ഇവരെ നീ സൗഖ്യപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസം ഒത്തിരി വിഷമത്തിലും വേദനയിലും ഒന്നും സാധിക്കാതെ, ഒന്നും നേടാൻ കഴിയാതെ പരാജയം അനുഭവിച്ചവർക്ക്, ഒത്തിരി നഷ്ടങ്ങൾ അനുഭവിച്ചവർക്ക്, ഒത്തിരി അപമാനങ്ങൾ കേട്ടവർക്ക്, ഒത്തിരി പരിഹാസങ്ങൾ, അട്ടഹാസങ്ങൾ കേട്ട് മനസ്സ് തളർന്നിരിക്കുന്നവർക്ക് ഇന്ന് നീ ശക്തി നൽകണമേ. അങ്ങനെയുള്ള എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, നീ അവരെ കരുണയോടെ കാത്തുകൊള്ളണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും ഈ രാത്രിയിൽ അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, അവിടുന്ന് ഏറ്റെടുത്ത് ഈ രാത്രിയിൽ ഭയം കൂടാതെ ഉറങ്ങാൻ ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ ശക്തിയാൽ നിറയ്ക്കണമേ. നിന്റെ പരിശുദ്ധ സാന്നിധ്യം അനുഭവിച്ച്, നിന്റെ സ്നേഹവാത്സല്യം അനുഭവിച്ച് ഈ രാത്രിയിൽ കിടന്നുറങ്ങാൻ ഞങ്ങളെ നീ ശക്തിപ്പെടുത്തണമേ. നാളെ നല്ലൊരു പ്രഭാതം കാണാൻ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാവിലത്തെ 5 മണിക്കുള്ള പ്രാർത്ഥനയിൽ ഒരു കുടുംബമായി ഒരുമിച്ചുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ശക്തി പ്രാപിക്കാൻ, നാളത്തെ ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ നേടാൻ ഞങ്ങളെ വീണ്ടും നീ ഒരുമിച്ച് കൊണ്ടുവരണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തെ തൊട്ട്, ശരീരത്തെയും മനസ്സിനെയും തൊട്ട് സുഖപ്പെടുത്തുന്ന കർത്താവേ, അങ്ങേക്ക് സർവമഹത്വവും അർപ്പിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം
ഈ രാത്രിയിൽ എല്ലാവിധ സംരക്ഷണവും സൗഖ്യവും അനുഗ്രഹവും സമാധാനവും നൽകി സുഖമായ ഉറക്കം നൽകി നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സാധിക്കുന്നവർ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.